ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا وإذا أردنا أن نهلك قرية أمرنا متر فيها ففسقوا فيها فحق عليها القول فدمرناها تدميرا وكم أهلكنا من القرون من بعد نوح وكفى بربك بذنوب عباده. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകളുടെ ചോദ്യങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ മറുപടികളും എന്ന ഒരു വിഷയമാണ്. സ്ത്രീകൾക്ക് ഏറെ ആദരവ് കൽപ്പിച്ച ഒരു മതമാണ് ദീനുൽ ഇസ്ലാം. അതിനാൽ തന്നെ സ്ത്രീകൾക്ക് ജീവിക്കുവാൻ അവകാശം നിശ്ചയിച്ച ദീൻ അവൾക്ക് അവളുടേതായ അവകാശങ്ങളെല്ലാം വകവെച്ച് നൽകിയിട്ടുണ്ട്. ജാഹിലിയത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കുവാനുള്ള അവകാശം പോലും ഹനിച്ചിരുന്നു ജാഹിലിയ കാലഘട്ടക്കാർ. സാമ്പത്തിക അവകാശങ്ങളെ അവർ ഹനിച്ചിരുന്നു സ്ത്രീകൾക്ക്. സ്ത്രീകൾ അജ്ഞതയിൽ കളിയാടുന്നവരായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ. സ്ത്രീകളെ ആദരിച്ച ദീനുൽ ഇസ്ലാം അവർക്ക് ദീൻ പഠിക്കുവാനുള്ള അവകാശം വകവെച്ചു. ആ മാർഗേണ അവരുടെ വിഷയങ്ങൾ അവർക്ക്
വന്നു ചോദിക്കുവാൻ, പ്രസ്തുത വിഷയങ്ങൾ ഏതാകട്ടെ, വന്നു ചോദിക്കുവാനും അവരുടെ സംശയങ്ങൾക്ക് നിവാരണമുണ്ടാക്കുവാനും അവരുടെ ദീനിജ്ഞാനത്തിൽ അവർക്ക് വർധനമുണ്ടാക്കുവാനുമൊക്കെ ഇസ്ലാം അവസരമേകി, സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രഥമമായി ഉണർത്തുവാനുള്ളത്. പല വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്ത്രീകൾ ചോദ്യം ഉന്നയിച്ചതിൻ്റെ ചരിത്രം കാണാൻ സാധിക്കും. എല്ലാം ഇവിടെ വിവരിക്കുവാൻ നമുക്ക് സമയം തികയില്ല. പക്ഷേ ചില ഉദാഹരണങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇമാം ബുഖാരി സഹീഹിൽ അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: ജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. ഫഖാലത്, അവർ പറഞ്ഞു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ദഹബ الرجال بحديثك, പുരുഷന്മാർ നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ ഹദീസുകളൊക്കെ കേട്ടു പോവുകയാണ്, അവർക്കാണ് ഇത് കേൾക്കാനുള്ള അവസരം. ഫജ്അൽ ലനാ മിൻ നഫ്സിക് യൗമൻ നഅതീക ഫീഹി തുഅല്ലിമുനാ മിമ്മാ അല്ലമക അല്ലാഹ്, അതുകൊണ്ട് സംസാരങ്ങളും നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് പുരുഷന്മാരാണ്. ഫജ്അൽ ലനാ മിൻ നഫ്സിക യൗമൻ, നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം. നഅതീക ഫീഹി, ആ ദിവസം ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരും. തുഅല്ലിമുനാ മിമ്മാ അല്ലമക അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ച ദീൻ നിങ്ങൾ ആ ദിവസത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഒരു ക്ലാസ്, ഒരു ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹദീസ് ക്ലാസ് എടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയോട് പറയാണ്. എന്താ തിരുനബി പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇജ്തമിഉന ഫീ യൗമി കദാ വകദാ ഫീ മകാനി കദാ വകദാ, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടുക എന്നാണ്. മറ്റേ റിപ്പോർട്ടിലുള്ളത് മൗഇദുകുന്ന ഫീ ബൈതി ഫുലാന, ഇന്ന സ്ത്രീയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞ എല്ലാവരോടും. എന്നിട്ടോ ഫഅതാഹുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി ആ സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് ഫഅല്ലമഹുന്ന മിമ്മാ അല്ലമഹുല്ലാഹ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരുനബിക്ക് കിട്ടിയ ജ്ഞാനം അവർക്ക് പകർന്നു നൽകുകയുണ്ടായി എന്നാണ്. ആ പഠിപ്പിച്ച കൂട്ടത്തിലുള്ള ഒരു വിഷയം റാവി അബൂ സഈദിനുൽ ഖുദ്രി ഇവിടെ റിപ്പോർട്ട് ചെയ്യാണ്. ദീൻ പഠിപ്പിച്ചു. അതിലൊരു വിഷയം എന്താ? മാ മിൻകുന്ന ഇംറഅത്തുൻ തുഖദ്ദിമു ബൈന യദൈഹാ മിൻ വലദിഹാ സലാസ, നിങ്ങളിൽ ഏതൊരു സ്ത്രീ ആകട്ടെ അവർക്ക് 3 കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുവെങ്കിൽ ഇല്ലാ കാന ലഹാ ഹിജാബൻ മിനൻ നാർ, ആ കുരുന്നുകൾ ആ ഉമ്മാക്ക് നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും എന്ന് തിരുനബി പറഞ്ഞു. അപ്പൊ ഫഖാലത്ത് ഇംറഅത്തു മിൻഹുൻ, ആ കൂടിയ ക്ലാസ്സിൽ കൂടിയ സ്ത്രീകളിൽ ഒരു സ്ത്രീ ചോദിച്ചു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അവിസ്നൈൻ, ഒരു ഉമ്മാക്ക് 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: വസ്നൈൻ, ഒരു സ്ത്രീക്ക് 2 കുട്ടികൾ മരണപ്പെട്ടാലും ആ സ്ത്രീക്ക് ആ കുട്ടികൾ നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും എന്ന് പറയുകയുണ്ടായി എന്നാണ്. അപ്പൊ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ പഠിപ്പിച്ചത്, പ്രത്യേകം അവർക്ക് ക്ലാസ് നൽകിയത്, അവരെ ഒരു വേദിയിൽ ഒരുമിച്ച് കൂട്ടി അവരിലേക്ക് ചെന്ന് അവർക്ക് ഉത്ബോധനം നൽകുകയും അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ സുദിനം മെയിൻ ഖുത്ബ നിർവഹിച്ചതിന് ശേഷം സ്ത്രീകളിലേക്ക് ചെന്ന സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വായിക്കാം. അതിലെന്താ ഉള്ളത്? മുസല്ലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫമറ അലൻ നിസ എന്നാണ്, സ്ത്രീകളുടെ ഭാഗത്തിലൂടെ നടന്നു. ഇപ്പൊ മുസല്ലയിൽ വന്നാൽ പുരുഷന്മാർ ആദ്യമായിരിക്കും, സ്ത്രീകൾ അവസാനമായിരിക്കുക. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിച്ചതിന് ശേഷം സ്ത്രീകളുടെ പക്ഷത്തേക്ക് ചെന്ന് എന്നിട്ട് പറയാണ്: യാ മാശറൻ നിസ, സ്ത്രീകളെ, തസദ്ദഖ്ന, നിങ്ങൾ ദാനധർമ്മം ചെയ്യണം. ഫൈനി ഉരീതുകുന്ന അക്സറ അഹ്ലി നാർ, കാരണം നരകത്തിൽ ഞാൻ നിങ്ങളെയാണ് കൂടുതലായി കാണിക്കപ്പെട്ടത്. അപ്പൊ നോക്കി, നിങ്ങൾ തിരുനബി സ്ത്രീകളിലേക്ക് ചെന്ന് നരകത്തിൽ ഞാൻ നിങ്ങളെയാണ് കൂടുതൽ കാണിക്കപ്പെട്ടത്, അതുകൊണ്ട് നിങ്ങൾ ദാനധർമ്മം നിർവഹിക്കുക
ചില റിപ്പോർട്ടുകളിൽ തസദ്ദഖ്ന വലൗ കാന മിൻ ഹില്ലികുൻ, നിങ്ങളുടെ ആഭരണങ്ങൾ ഊരിയെങ്കിലും നിങ്ങൾ ദാനം നിർവഹിച്ചോളിയും, നരകത്തിൽ ഞാൻ നിങ്ങളെയാണ് കൂടുതൽ കണ്ടത് എന്ന് സ്ത്രീകളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഉടൻ സ്ത്രീകൾ ഫഖുൽ വബിമ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ നരകത്തിൽ കൂടുതൽ? ഖാൽ, തിരുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, തുക്സിർനൽ ലഅൻ, നിങ്ങൾ ശാപവർത്തമാനങ്ങൾ പെരുപ്പിക്കും. വതക്ഫുർനൽ അഷീർ, ഭർത്താവിന്റെ സൽ പെരുമാറ്റങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യും. അപ്പൊ എപ്പോഴും ശാപത്തിന്റെ വർത്തമാനങ്ങൾ സ്ത്രീകളിൽ നിന്ന് വരും. അത് പല ശൈലിയിലായിരിക്കും. ചിലപ്പോൾ നശിക്കട്ടെ, ശപിക്കട്ടെ എന്നായിരിക്കും. ചിലപ്പോൾ മൃഗങ്ങളെ പേര് വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ ബലാൽ ബിലാൽ ഇങ്ങനത്തെ പ്രയോഗങ്ങളായിരിക്കും. ഏതായാലും തിരുനബി പറഞ്ഞത് തുക്സിർനൽ ലഅൻ, നിങ്ങൾ ശാപവർത്തമാനങ്ങൾ, ശപിക്കൽ നിങ്ങൾ അധികരിപ്പിക്കും, വർദ്ധിപ്പിക്കും. വതക്ഫുർനൽ അഷീർ, ഭർത്താവിന്റെ സൽ പെരുമാറ്റങ്ങളെ നിങ്ങൾ നിഷേധിക്കും. എന്താ ഈ ഭർത്താവിന്റെ സൽ പെരുമാറ്റങ്ങളെ? ഭർത്താവ് എത്രമാത്രം നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിന്റെ ഒരു കോണിൽ എന്തെങ്കിലും ഒരു നീരസമുണ്ടാകുന്ന പെരുമാറ്റം ഭർത്താവിൽ നിന്ന് വന്നാൽ അതുവരെ, ഞങ്ങളെ മലപ്പുറത്ത് പറയും, വൈകുന്നേരം വരെ വെള്ളം കോരിയ കുടം വൈകുന്നേരം ഇട്ട് ഉടക്കുക അറിയും. അല്ലെങ്കിൽ നാറാണത്ത് പ്രാന്തന്റെ മാതിരി ഉരുട്ടിക്കൊണ്ടുപോയി മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഉരുട്ടാറില്ലേ? അതേപോലെയാണ്. അതുവരെ ചെയ്ത ഖിദ്മത്തുകളെ മുഴുവൻ ഹനിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങളെടുത്തുനിന്ന് ഒരു നല്ലത് ഇതുവരെ കിട്ടിയിട്ടില്ല, നിങ്ങളെടുത്തുനിന്ന് ഒരു നല്ല പെരുമാറ്റം ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണുമെന്നുള്ള പ്രതീക്ഷയില്ല എന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? നിഷേധ വർത്തമാനങ്ങൾ പറയും. അപ്പൊ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വതക്ഫുർനൽ അഷീർ. എന്നിട്ട് തിരുനബി പറഞ്ഞു, മാ റഅയ്തു മിൻ നാഖിസാതി അഖ്ലിൻ വദീനിൻ അദ്ഹബ ലിലുബ്ബി റജുലിൽ ഹാസിമി മിൻ ഇഹ്ദാകുൻ. അഖ്ല് കുറവായവർ, അതേപോലെ തന്നെ ദീന് കുറവായവർ, നിങ്ങളെപ്പോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നല്ല ഒരു ഒത്ത യുക്തിയൊത്ത ബുദ്ധിയൊത്ത ഒരു പുരുഷനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ്, അതേപോലെ തന്നെ ദീനും കുറവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഖുൽന, സ്ത്രീകൾ ചോദിക്കാൻ റസൂലുള്ളാഹിനോട്, വമാ നുഖ്സാനു ദീനിന വ അഖ്ലിന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, മാ നുഖ്സാനു ദീനിന, ഞങ്ങളുടെ ദീനിന്റെ കുറവ് എന്താണ്? അതേപോലെ വാഖലിന, ഞങ്ങളുടെ ബുദ്ധി കുറവ് എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. അലൈസ ഷഹാദത്തുൽ മർഅതി മിസ്ല നിസ്വി ഷഹാദത്തി റജുൽ, പുരുഷന്റെ സാക്ഷ്യം, ഒരു പുരുഷന്റെ സാക്ഷ്യത്തിന് പകുതിയാണ് ഒരു പെണ്ണിന്റെ സാക്ഷ്യം. ഒരു പുരുഷൻ സാക്ഷ്യം പറയേണ്ട വിഷയങ്ങളിൽ രണ്ട് സ്ത്രീകളാണ് സാക്ഷ്യം പറയേണ്ടത്. അതെന്തുകൊണ്ടാ? അത് അവരുടെ ബുദ്ധിയുടെ കുറവ് കാരണത്താലാണ്. അതേപോലെ തന്നെ ഫദാലിക് മിൻ നുഖ്സാനി ദീൻ അഖ്ലിഹ, ബുദ്ധി കുറവാണ് തിരുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ റസൂലുള്ള രണ്ടാമത്തെ ദീനിന്റെ കുറവ് പറയാണ്, അലൈസ ഇദാ ഹാദത് ലം തുസല്ലി വലം തസും, സ്ത്രീ ആർത്തവകാരിയായാൽ ലം തുസല്ലി, അവൾ നിസ്കരിക്കുന്നില്ല, വലം തസും, അവൾ നോമ്പെടുക്കുന്നില്ല. അപ്പൊ സ്ത്രീകൾ പറഞ്ഞു, ഖുൽന ബല, അതേ റസൂൽ അങ്ങനെ തന്നെയാണ്. ഖാല ഫദാലികി മിൻ നുഖ്സാനി ദീനിഹ, അത് അവളുടെ ദീനിന്റെ നുഖ്സാൻ, കുറവുമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഉദാഹരണമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തത് അവരുടെ ചോദ്യങ്ങൾക്ക്. അപ്പൊ ഇവിടെ ഈ ഹദീസിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ തന്റെ ഉപദേശം കൊണ്ട് പ്രത്യേകമാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീൻ പഠിക്കാൻ അവർക്ക് അവസരം നിശ്ചയിച്ചു, അവർക്ക് ചോദ്യം ചോദിക്കുവാനുള്ള അവസരം കൊടുത്തു. ആ ചോദ്യങ്ങൾക്ക് അതിന് കൃത്യമായ മറുപടിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയുണ്ടായി. ഈ അബൂ സഈദിൽ നിന്നുള്ള, അതേപോലെ അനസിൽ നിന്നുള്ള ഈ ഹദീസുകളെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സത്യദീൻ സ്ത്രീകളെ എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം മനസ്സിലാക്കാനാണ്. ചോദിക്കുവാൻ, ദീൻ പഠിക്കുവാൻ അവർക്ക് അവസരം നിശ്ചയിച്ച മതമാകുന്നു ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ തിരുനബിയുടെ അടുക്കൽ സ്ത്രീകൾ വന്നു. പല വിഷയങ്ങളാണ് അവർ ചോദിച്ചത്. ആ പല വിഷയങ്ങളിലും അവർക്ക് വേണ്ടുന്ന ഉത്തരങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഏത് വിഷയമാണെങ്കിലും അവർക്ക് ചോദിക്കുന്നതിലൊരു പ്രശ്നം ഉണ്ടായില്ല. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മു സുലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ഉന്നയിച്ചത്. ജാഅത് ഉമ്മു സുലൈം
ഉമ്മു സുലൈം വന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. ഫഖാലത്ത് ലഹു, ഉമ്മു സുലൈം റസൂലുള്ളാഹിയോട് ചോദിച്ചു, ആയിഷത്തു ഇൻദഹു, അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ആയിഷ ഉണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ മർഅതു തറാ മാ യറ അർ-റജുലു ഫിൽ മനാം ഫതറാ മിൻ നഫ്സിഹാ മാ യറ അർ-റജുലു മിൻ നഫ്സിഹി. പുരുഷന്മാർക്ക് സ്ഖലനം ഉണ്ടാവും സ്വപ്നത്തിൽ, ഇതേപോലെ സ്ത്രീകളും സ്വപ്നത്തിൽ സ്ഖലിക്കുന്നത് അറിയുന്നു. പുരുഷന്മാർക്ക് സ്ഖലനം ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രയാസം അത് സ്ത്രീയും അറിയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അതാണ് ചോദ്യം ഉമ്മു സുലൈമിൻ്റെത്. ഫഖാലത്ത് ആയിഷ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആയിഷ പറയണം, ആയിഷ റസൂലുള്ളാഹിന്റെ അടുത്തുണ്ടല്ലോ, യാ ഉമ്മ സുലൈം ഫളഹ്തി നിസാ തരിബത് യമീനക്. ഉമ്മു സുലൈം, നിങ്ങൾ സ്ത്രീകളെ കുറവാക്കി, നിങ്ങൾക്ക് നാശം. ഒരു പ്രയോഗമാണത്, നാശം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമല്ല, പിന്നെ അതൊരു പ്രയോഗമാണ്. നിങ്ങൾക്ക് നാശം, പെണ്ണുങ്ങളെ നിങ്ങൾ കുറവാക്കി കളഞ്ഞല്ലേ ഈ ചോദ്യം ഉന്നയിച്ചിട്ട് എന്നാണ് ഉമ്മു സുലൈം പറഞ്ഞത്. അപ്പോൾ ഉമ്മു സുലൈം ബൽ അൻതി ഫതരിബത് യമീനുക്. ആയിഷ എന്നോട് ഉമ്മു സുലൈം അങ്ങോട്ട് പറയാണ്, ഞാനല്ല പെണ്ണുങ്ങളെ കുറവാക്കിയത്, നിങ്ങളാണ്, നിങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞു. അതൊരു പ്രയോഗമാണ്. തെരിബത്ത് യമീനുക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു വർത്താനമല്ല, അത് സ്ത്രീകൾ അറബികൾ സംസാരിക്കുമ്പോൾ സംസാരത്തിലെ ഒരു പ്രയോഗമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽ തഖ്തസിൽ യാ ഉമ്മ സുലൈം ഇദാ റഅത് ദാലിക്. സ്ത്രീകൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കുളിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതിനുള്ള മറുപടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. ആയിഷമ്മ പ്രതികരിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സുലൈമിനോട് പ്രതികരിക്കുകയുണ്ടായില്ല ആ വിഷയത്തിൽ. അതൊരു മസലയാണ്, അതിൻ്റെ ഉത്തരവും ഇതിൽ വ്യക്തമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ജാഅത് ഫാത്തിമത്ത് ബിന്തു അബി ഹുബൈഷ്. ആദ്യം കേട്ട ഹദീസ് മുസ്ലിമിൻ്റേത്, ഇത് ബുഖാരിയുടേത്. ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഫഖാലത്ത്, ഫാത്തിമ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ഇന്നി ഇംറഅത്തുൻ ഉസ്തഹാദു ഫലാ അത്ഹുർ. എനിക്ക് ഇസ്തിഹാദത്തിൻ്റെ രക്തം പുറപ്പെടും, ഞാൻ ശുദ്ധിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് കണ്ടിന്യൂസ് തുടരുകയാണ്, എനിക്ക് ശുദ്ധിയാകാൻ കഴിയുന്നില്ല. അഫ അദഉ സലാ, അതുകൊണ്ട് ഞാൻ നിസ്കാരം ഒഴിവാക്കട്ടെ എന്ന് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ ദാലിക ഇർഖുൻ. ഫാത്തിമ, അതൊരു ഞരമ്പ് രോഗമാണ്. വലൈസത് ബിഹൈദ്, അത് ആർത്തവ രക്തമല്ല. ഫൈദാ അഖ്ബലത് ഹൈളതുകി, ആർത്തവ രക്തത്തിന്റെ പിരീഡ് വന്നാൽ ഫദഇ അസ്സലാ, നിസ്കാരം ഒഴിവാക്കിക്കോ. വൈദാ അദ്ബറത്, ആർത്തവ രക്തത്തിന്റെ പിരീഡ് കഴിഞ്ഞാൽ ഫഗ്സിലി അൻകി ദം, നിങ്ങൾ ബ്ലഡ് കഴുകി ശുദ്ധിയാക്കുക. സുമ്മ സല്ലി, എന്നിട്ട് നമസ്കരിക്കുക. ചില റിപ്പോർട്ടുകളിലുള്ളത് സുമ്മ തവദ്ദഇ ലികുല്ലി സലാത്തിൻ ഹത്താ യജിഅ ദാലികൽ വഖ്ത്, പിന്നെ എല്ലാ നിസ്കാരത്തിനും നിങ്ങൾ വുളു ചെയ്യുക ആ സമയം വരുന്നത് വരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബിന്ത് അബി ഹുബൈഷിന് അവർക്ക് നിത്യേന ബ്ലീഡിംഗ് ആയിരുന്നു എന്നാണ്. അപ്പം അത് കാരണത്താൽ അവർ വന്നിട്ട് പറയാണ്, എന്നും ബ്ലീഡിംഗ് ആണ്, എന്ത് ചെയ്യും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാസമുറ ഉണ്ടാകണം, ആ പീരീഡ് നോക്കാൻ പറഞ്ഞു. സാധാരണ ഈ ബ്ലീഡിങ്ങിൽ മാസമുറ വരുമല്ലോ, ആ സമയം നോക്കാൻ പറഞ്ഞു. അതറിയാൻ പറ്റും, ഒന്നുകിൽ ബ്ലഡ് നോക്കുക, അല്ലെങ്കിൽ അതുണ്ടാകുന്നതിന് ശാരീരികമായി ചില ലക്ഷണങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവും, അത് നോക്കുക. എന്നിട്ട് ആ പീരീഡ് 6 ദിവസമാണെങ്കിൽ 6 ദിവസം, 7 ദിവസമാണെങ്കിൽ 7 ദിവസം, അല്ലെങ്കിൽ എത്ര ദിവസമാണ് അത്, ആ ദിവസം നിസ്കാരം ഒഴിവാക്കുക, ആർത്തവരക്തമായിട്ട് പരിഗണിക്കുക. ആ സാധാരണയുള്ള ആ പതിവ് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലീഡിങ് വരികയാണെങ്കിൽ അത് പരിഗണിക്കണ്ട. ഈ ആർത്തവരക്തം അത് തീരുന്ന ദിവസം അന്ന് കുളിച്ച് ബ്ലഡൊക്കെ കഴുകിക്കളയുക, എന്നിട്ട് നിസ്കാരം തുടങ്ങുക. ബ്ലഡ് വന്നാലും അതിൽ പ്രശ്നമല്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. ഓരോ നിസ്കാരത്തിനും വുളു ചെയ്യുക, അടുത്ത ആർത്തവരക്തത്തിൻ്റെ അടുത്ത മാസത്തെ ആ സമയം വരുന്നത് വരെ. ഇത് ഫാത്തിമ ബിന്ത് അബി ഹുബൈഷിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, അവരും ഈ ഫാത്തിമയെ പോലെ ഒരു പരീക്ഷിക്കപ്പെട്ട മഹദിയായിരുന്നു. ഹംന ബിന്ത് ജഹ്ഷ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുടെ മകളാണ്. സൈനബ് ബിന്ത് ജഹ്ഷ് റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ സഹോദരിയാണ് ഹംന ബിന്ത് ജഹ്ഷ്. ഈ മഹദിയും ഇவ்விധം ബ്ലീഡിങ്ങിനാൽ പരീക്ഷിക്കപ്പെട്ട മഹദിയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹംന വന്നത് അവർ പറയാണ്, കുൻതു ഉസ്തഹാലു ഹൈലതൻ കസീറതൻ ഷദീദ, നന്നായി ബ്ലീഡിങ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഞാൻ
രക്തസ്രാവം നന്നായിട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെ ഫാതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നു. അസ്തഫ്തീഹി, റസൂലുള്ളാഹിനോട് ഫത്വ ചോദിക്കാൻ. വ ഉഖ്ബിറുഹു, റസൂലുള്ളാഹിനോട് ഈ വിവരം പറയാനും. ഫവജത്തുഹു ഫി ബൈതി ഉഖ്തി സൈനബ് ബിൻത് ജഹ്ഷ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ എൻ്റെ സഹോദരി സൈനബ് ബിൻത് ജഹ്ഷിന്റെ വീട്ടിൽ കാണുകയുണ്ടായി. സൈനബ് റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, അവിടെ കണ്ടു. ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഇംറഅത്തുൻ ഉസ്തഹാദു ഹൈദതൻ കസീറതൻ ശദീദ, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് ധാരാളമായിട്ട് രക്തസ്രാവമുണ്ട്. ഫമാ തറാ ഫീഹാ ഖദ് മനഅത്നി അസ്സലാത വസ്സൗം, നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? എൻ്റെ നിസ്കാരവും എൻ്റെ നോമ്പും ഒക്കെ ഈ ബ്ലീഡിങ് തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻഅതുലകിൽ കുർസുഫ് ഫഇന്നഹു യുദ്ഹിബുദ്ദം, പരുത്തി ഉപയോഗിക്കാൻ പറഞ്ഞു. പഞ്ഞി, നല്ല പഞ്ഞി എടുത്തിട്ട് പിന്നെ വെച്ചിട്ട് അത് തടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഹംന പറയാണ്, ഹുവ അക്സർ മിൻ ദാലിക്, പ്രവാചകരെ പഞ്ഞി വെച്ച് തടഞ്ഞാൽ അതിനേക്കാൾ കൂടുതലാണ് ബ്ലീഡിങ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫത്തഖിദി സൗബൻ, എങ്കിലൊരു തുണി എടുക്കാൻ പറഞ്ഞു, എന്നിട്ട് ആ ഭാഗം ഭദ്രമാക്കി ബന്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹംന പറയാണ്, ഹുവ അക്സർ മിൻ ദാലിക്, അതുകൊണ്ട് രക്ഷല്ല, ബ്ലീഡിങ് കൂടുതലാണ്. ഇന്നമ അസുജു സജ്ജ എന്നാണ്, നന്നായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സഅമുറുകി ബി അംറൈനി അയ്യുഹുമാ ഫഅൽതി അജ്സഅൻകി മിനൽ ആഖിർ, രണ്ട് കാര്യം ഞങ്ങളോട് പറഞ്ഞുതരാം, ആ രണ്ടിലൊന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മതിയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ എന്താ, വൈൻ ഖവിയത് അലൈഹിമാ ഫഅൻതി ആലം, രണ്ട് കാര്യം പറഞ്ഞുതരാം, രണ്ടിലൊന്ന് ചെയ്തോളി, അത് ഏതാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്ന് ഹംനയോട് പറഞ്ഞിട്ട് പറയാണ്, ഇന്നമാ ഹാദിഹി റഖ്ദത്തുൻ മിൻ റഖ്ദാത്തി ശൈത്താൻ ഫതഹയ്യദി 6 അയ്യാമിൻ ഔ 7 അയ്യാമിൻ ഫീ ഇൽമില്ലാഹ് സുമ്മ ഇഗ്തസിലി, ശൈത്താന്റെ ഒരുതരം പ്രവൃത്തിയാണ് ഈ രക്തസ്രാവം ഉണ്ടാകുന്നത് എന്ന് റസൂൽ പറഞ്ഞ്, എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് 6 or 7 ദിവസം ആർത്തവ രക്തം കണക്കാക്കാൻ പറഞ്ഞു. എന്നിട്ട് കുളിക്കാൻ പറഞ്ഞു. ആർത്തവ രക്തത്തിന്റെ ആ പീരീഡ് കണക്കാക്കിയിട്ട് അതിനുശേഷം കുളിക്കുക. അങ്ങനെ ഹത്താ ഇദാ റഅയ്തി അന്നക ഖദ് തഹുർതി വസ്തൻഖഅതി ഫസല്ലി 23 ലൈല ഔ 24 ലൈല, കുളിച്ചിട്ട് ശുദ്ധിയായി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ 23 ദിവസം അല്ലെങ്കിൽ 24 ദിവസം നിസ്കരിക്കുക മാസത്തിൽ. അതേപോലെ വസൂമി, നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുക. ഫഇന്ന ദാലികി യജ്സികി, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം മെൻസസ് ആയിട്ട് പരിഗണിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം പിന്നീട് 24 അല്ലെങ്കിൽ 23 ദിവസം നിസ്കാരം തുടർത്തുക, നോമ്പ് നോൽക്കുക. വകദാലിക ഫഫ്അലി ഫീ കുല്ലി ശഹ്റിൻ കമാ തഹീദുൻ നിസാ, ഇപ്രകാരം എല്ലാ മാസം ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താ, പൊതുവെ സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാകൽ, ആർത്തവരക്തം ഉണ്ടാകൽ 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസമാണ്. അപ്പോൾ ആ പൊതു സ്ത്രീകളുടെ ഹുക്മ് ഇവിടെ നിങ്ങൾ പാലിച്ചാൽ മതി എന്ന് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് കമാ യതുഹുർന മീഖാതു ഹൈദിഹിൻ വതുഹരിഹിൻ, എന്നിട്ട് പറയണം വഇൻ ഖവീതി അലാ അൻ തുഅഖിരി അദ്ദുഹ്റ വതുഅജ്ജിലി അൽഅസ്ർ ഫതഗ്തസിലീൻ വതജ്മഈന ബൈന അസ്സലാത്തൈനി അദ്ദുഹ്റ വൽ അസ്ർ. എന്നിട്ട് അവരോട് പറയണത്, അവർക്ക് ഉണ്ടല്ലോ സാധാരണ സ്ത്രീകളെ പോലെ ബ്ലീഡിങ് ഭയങ്കരമായിട്ടല്ലേ, അപ്പോൾ അവരോട് പറയാണ് ദുഹുറും അസറും, ദുഹുറിനെ പിന്തിപ്പിക്കുക, അസറിനെ മുന്തിപ്പിക്കുകയും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുളിച്ച് ദുഹുർ നിസ്കരിക്കുക, ഉടനെ അസർ നിസ്കരിക്കുക, ശുദ്ധി വരുത്തിയിട്ട് ദുഹുർ അസറും ഒന്നിച്ച് നിസ്കരിക്കുക. അതിനാണ് അൽ ജമ്മ സൂരി എന്ന് പറയാം. ദുഹുറിനെ പിന്തിപ്പിക്കുക, അസറിനെ അതിൻ്റെ ആദ്യ ടൈമിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് നിസ്കരിക്കണേന്. അതേപോലെ വതുഅഖിരീന അൽ മഗ്രിബ വതുഅജ്ജിലീന അൽ ഇശാ സുമ്മ തഗ്തസിലീൻ വതജ്മഅന ബൈന അസ്സലാത്തൈൻ, മഗ്രിബിനെ പിന്തിപ്പിക്കുക, ഇശയെ മുന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മഗ്രിബിനെ ലാസ്റ്റ് ടൈമിലേക്ക് കൊണ്ടുപോവുക, ഇശയെ തുടക്ക ടൈമിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കുളിച്ചിട്ട് 2 നിസ്കാരം ഒന്നിച്ച് വേഗം നിസ്കരിക്കുക, ജമ്മുസൂരി, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. വതഗ്തസിലീൻ മഅൽ ഫജ്ർ ഫഫ്അലി, ഫജ്റിന്റെ സമയമായാലോ കുളിക്കുക, എന്നിട്ട് വേഗം ഫജ്ർ നിസ്കരിക്കുക, അതിനെ ജമ്മാക്കാൻ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് മറുപടിയായി ആ വിഷയത്തിൽ പറയുകയുണ്ടായത് എന്നുള്ളതാണ്.
ഇതേപോലെ ആ വിഷയത്തിൽ എങ്ങനെയാണ് ശുദ്ധി പ്രാപിക്കുക? ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, അന്നംറഅതൻ അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് തിരുനബിയുടെ അടുക്കൽ വന്നു. ഫസഅലതുഹു അൻ ഗുസ്ലിൽ ഹൈദ്, ആർത്തരക്തത്തിൽ നിന്ന് ശുദ്ധിയാകുന്നതിനെ കുറിച്ചാണ് ചോദ്യം, കുളിക്കുന്നതിനെ കുറിച്ച്. ഫഅമറഹ അൻ തഗ്തസില ബിമാഇൻ വസിദർ, വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിക്കാൻ റസൂലുള്ളാഹി അവരോട് കൽപ്പിച്ചു. വതഅഖുദ ഫിർസതൻ ഫതവദ്ദഅ ബിഹാ വതതുഹറ ബിഹാ, അതായത് ഒരു പഞ്ഞി കഷ്ണമോ തുണി കഷ്ണമോ എടുത്തിട്ട് അതുകൊണ്ട് അവളോട് വൃത്തിയാക്കുവാനും ശുദ്ധിയാക്കാനും പറഞ്ഞു. ബ്ലീഡിംഗ് ഉണ്ടായ ആ സ്ഥലം. ഖാലത്ത് വകൈഫ അതതഹറു ബിഹാ, അപ്പോൾ ഒരു പഞ്ഞി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ശുദ്ധിയാക്കാൻ പറഞ്ഞല്ലേ, ബ്ലഡ് നീക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ വന്ന സ്ത്രീ പറയാണ്, ഞാൻ എങ്ങനെ അതുകൊണ്ട് ശുദ്ധിയാക്കും, ഈ തുണി കഷ്ണം കൊണ്ട് അല്ലെങ്കിൽ പരുത്തി കഷ്ണം കൊണ്ട്? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തതഹരി ബിഹാ, അതുകൊണ്ട് ശുദ്ധിയാക്ക്. കാലത്ത് വീണ്ടും ഈ സ്ത്രീ കൈഫ തതഹറു ബിഹാ, എങ്ങനെ ശുദ്ധിയാക്കും? അവൾക്ക് തിരിയണില്ല. ഫസ്തതറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, അത് പറഞ്ഞപ്പോൾ റസൂൽ ഇങ്ങനെ മറച്ച്, ആ പെണ്ണിങ്ങനെ നിന്ന് ചോദിക്കുകയല്ലേ. അപ്പോൾ റസൂൽ പറയാൻ, ഒരു തുണി കഷ്ണം അല്ലെങ്കിൽ പഞ്ഞി കഷ്ണം എടുത്തിട്ട് നീ ശുദ്ധിയാക്ക്. ആ പെണ്ണ് വീണ്ടും ചോദിക്കണം, അതെങ്ങനെ ഞാൻ എങ്ങനെ അതുകൊണ്ട് ശുദ്ധിയാക്കണ്? അപ്പോൾ റസൂൽ തതഹരി ബിഹാ, ശുദ്ധിയാക്ക് നീ അതുകൊണ്ട്. ഇപ്പം ചിലപ്പോൾ ഈ ഗ്രാമീണ സ്ത്രീകളൊക്കെ ആയിരിക്കും, ആ വീണ്ടും ചോദിക്കുകയാണ് എങ്ങനെയാണ്. അപ്പോൾ റസൂൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മറച്ചു എന്നാണ് ആ സ്ത്രീയിൽ നിന്ന്. സുബ്ഹാനല്ലാഹ് തഹരി ബിഹാ, റസൂൽ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, നീ ശുദ്ധിയാക്ക് പെണ്ണെ അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ പറയാണ്, ഫജ്തദബ്തുൽ മർഅ, ഞാൻ ആ പെണ്ണിനോട് പിടിച്ചു വലിച്ച്, വഖുൽത്, എന്നിട്ട് ഞാൻ പറഞ്ഞ് തത്ബഈന ബിഹാ സറദ്ദം, ബ്ലഡ് ഉണ്ടാവുമല്ലോ അതിൻ്റെ അടയാളം, അത് ആ തുണി കൊണ്ട് അല്ലെങ്കിൽ ആ പഞ്ഞി കൊണ്ട് തുടച്ച് ശുദ്ധിയാക്കാനാണ് റസൂലുള്ളാഹി പറയണതെന്ന് പിന്നെ ഞാൻ ഓൾക്ക് പറഞ്ഞു കൊടുത്ത് എന്നാണ് ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ട്, അവരുടെ പ്രത്യേകമായിട്ടുള്ളതായ മസലകൾ, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി. ഈ വിഷയത്തിൽ വേറെയും ഉണ്ട്, ഞാൻ ചില ഉദാഹരണങ്ങളാണ് കേൾപ്പിക്കുന്നത്. ബുറൈദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള മറ്റൊരു ഹദീസിൽ ഒരു സ്ത്രീ അവരുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന സംഭവം. ബുറൈദ പറയാണ്, ബുറൈദ അൽ അസ്ലമി, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതആഹദുൽ അൻസാറ വയഊദുഹും വയസ്അലു അൻഹും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളോട് ബന്ധം നിലനിർത്തുമായിരുന്നു, അവരുടെ രോഗ സന്ദർശനം നടത്തുമായിരുന്നു, അവരെക്കുറിച്ച് റസൂലുള്ളാഹി ചോദിച്ചറിയുമായിരുന്നു. അങ്ങനെ ഫബലഗന അന്ന ഇംറഅത മിനൽ അൻസാരി മാത ഇബ്നു ലഹാ ഫജസിയത് അലൈഹി, അപ്പോഴാണ് തിരുനബിക്ക് ഒരു വിവരം കിട്ടുന്നത്, ഒരു അൻസാരി മഹദിയുടെ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു, അവൾ ആ കുട്ടിയുടെ മരണത്തിലേറെ ദുഃഖിതയാണ്. ഫഅതാഹ, തിരുനബി ആ സ്ത്രീയുടെ അടുക്കൽ ചെന്നു. ഫഅമറഹ ബിതഖ്വല്ലാഹ്, അല്ലാഹുവിൽ തഖ്വയുണ്ടാകണം എന്ന് തിരുനബി അവരെ ഉപദേശിച്ചു. വസബ്ർ, ക്ഷമിക്കുവാനും റസൂലുള്ളാഹി അവരോട് കൽപ്പിച്ചു. ഫഖാലത്ത്, അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ഇന്നി ഇംറഅത്തുൻ റഖൂബുൻ ലാ അലിദ്, ഞാൻ ഇനി പ്രസവിക്കൂല, ഞാനാകട്ടെ കുട്ടികൾ മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയാകുന്നു. വലം യകുല്ലി വലദുൻ ഗൈറുഹു, ആ കുട്ടിയല്ലാത്ത ഒരു കുട്ടി എനിക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് അത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അർ റഖൂബ് അല്ലദീ യബ്ഖാ വലദുഹാ റഖൂബ്, ഞാനൊരു റഖൂബാണെന്ന് പറഞ്ഞില്ലേ, കുട്ടികൾ മരണപ്പെട്ട സ്ത്രീയാണ്, അപ്പോൾ കുട്ടികൾ നിലനിൽക്കുന്നവരാണ് റഖൂബ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സുമ്മ ഖാൽ, എന്നിട്ട് തിരുനബി അവരെ ആശ്വസിപ്പിച്ച് പറയാണ്, മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു മനുഷ്യനുമില്ല, വലംറഅത്തിൻ മുസ്ലിമത്തിൻ, മുസ്ലിമത്തായ ഒരു സ്ത്രീയുമില്ല, യമൂതു ലഹാ സലാസത്തുൻ മിനൽ വലദ്, 3 കുട്ടികൾ അവർക്ക് മരണപ്പെടുന്നുവെങ്കിൽ, ഇല്ല അദ്ഖലഹും അല്ലാഹുൽ ജന്ന, ആ മാതാപിതാക്കളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉമർ സദസ്സിലുണ്ടായിരുന്നു. ഉമർ ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് വസ്നാൻ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഒരു ആൾക്ക് 2 കുട്ടികൾ മരണപ്പെട്ടാലോ? അപ്പോൾ തിരുനബി പറഞ്ഞു, വസ്നാൻ, ഒരാൾക്ക് 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കുട്ടികൾ മരണപ്പെട്ട രക്ഷിതാക്കൾ അവർ മുസ്ലിമീങ്ങളാണ് എങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ്. ഇത് ഇമാം അബൂ യഅലയും ബസ്സാറും റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്താണ്. മറ്റൊരു സംഭവം, അന്നംറഅതൻ അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ബിസബിയില്ലഹ, അവരുടെ ഒരു കുട്ടീനായിട്ടാണ് വന്നത്. ഫഖാലത്ത്,
ആ ഉമ്മ പറഞ്ഞു, യാ റസൂൽ അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ ലഹു, ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഫഖദ് ദഫൻതു സലാസ, 3 കുട്ടികളെ ഞാൻ മറമാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് 3 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് 4ാമത്തെ കുട്ടിയാണ്, രോഗത്തിലാണ്. അതുകൊണ്ട് ഉദ്ഉല്ലാഹ ലഹു, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഈ ഉമ്മ പറഞ്ഞു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ദഫൻതി സലാസ, 3 കുട്ടികളെ നിങ്ങൾ മറമാടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ 3 കുട്ടികൾ നിങ്ങൾക്ക് മരണപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അവർ പറയാണ് അതെ. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയോട്, ലഖദ് ഇഹ്തദർതി ബിഹദാരിൻ ശദീദിൻ മിനൻ നാർ, എങ്കിൽ നരകത്തിൽ നിന്ന് നിങ്ങൾ ശക്തമായ ഒരു മറയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നരകത്തെ തൊട്ട് ഈ 3 മരണപ്പെട്ട മക്കളും നല്ല ശക്തമായ ഒരു മറയാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി എന്ന് ഇമാം മുസ്ലിമും നസായിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഹദീസ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എന്നുള്ള മറ്റൊരു സംഭവം, അതിൽ അന്നംറഅതൻ അതത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു, ഒരു സ്ത്രീ. ഫഖാലത്, ആ സ്ത്രീ പറഞ്ഞു, യാ റസൂലല്ലാഹ് അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ വഹിയ ഹാമിൽ, ഞാനൊരു തെറ്റ് പ്രവർത്തിച്ചു, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീ വന്നു, അവർ പറയാണ് ഞാനൊരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് അള്ളാഹിൻ്റെ ശിക്ഷ നടപ്പിലാക്കണം. വഹിയ ഹാമിലുൻ, ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. ഇത് ജുഹൈന, ബനു ജുഹൈന ഗോത്രക്കാരിയാണ്. ജുഹനിയത്ത് വന്നു എന്നാണ് ചില റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ അവർ വ്യഭിചാര കുറ്റം ചെയ്ത ഒരു പെണ്ണായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കിയിട്ട് രക്ഷപ്പെടുത്തണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. റാവി പറയാണ്, ഫഅമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വലിയഹ അൻ യുഹ്സിന ഇലൈഹ ഹത്താ തദ, ആ പെണ്ണിൻ്റെ വലിയനെ റസൂലുള്ളാഹി വിളിച്ച്, രക്ഷാധികാരിയെ, എന്നിട്ട് പറഞ്ഞു ഈ സ്ത്രീയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറഞ്ഞു. ഹത്താ തദ, അവൾ പ്രസവിക്കുന്നത് വരെ. അങ്ങനെ ലമ്മ വളഅത് അമറ ബിസിയാബിഹ ഫശുക്കത് അലൈഹ സുമ്മ റജമഹ, പ്രസവിച്ച് പിന്നെ വന്ന് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അവളുടെ വസ്ത്രം അവളുടെ ശരീരത്തിൽ ചുറ്റിക്കെട്ടാൻ പറഞ്ഞു. എന്നിട്ട് അവളെ എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. കാരണം അവൾ വിവാഹിതയാണ്. വിവാഹിത വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലലാണ് ശിക്ഷ. പക്ഷെ അവളുടെ നഗ്നത വെളിപ്പെടാതിരിക്കാനാണ് അവളുടെ വസ്ത്രം അവളുടെ ശരീരത്തിൽ ചുറ്റിക്കെട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ വസല്ല അലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ മരിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജനാസ നിസ്കരിച്ച്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, അപ്പോൾ ഉമർ ചോദിച്ചു, യാ നബി അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ആ തുസല്ലി അലൈഹ വഖദ് സനത്, വ്യഭിചരിച്ച ഒരു പെണ്ണിന് നിങ്ങൾ നിസ്കരിക്കുകയോ? ഫഖാൽ, അപ്പോൾ തിരുനബി പറഞ്ഞു, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അഥവാ അള്ളാഹുവാണേ സത്യം, ലഖദ് താബത് തൗബതൻ, അവൾ ഒരു തൗബ ചെയ്തിരിക്കുന്നു. ലൗ ഖുസിമത് അലാ 70 മിൻ അഹ്ലിൽ മദീന ലവസിഅതുഹും, അവളുടെ തൗബ മദീനയിലെ 70 പേർക്ക് വിഹിതം വെച്ചാൽ അവർക്ക് തൗബയായിട്ട് അത് മതിയാകുമായിരുന്നു. വഹൽ വജത്ത അഫ്ദല മിൻ അൻ ജാദത് ബിനഫ്സിഹാ ലില്ലാഹ്, ഉമറിനോട് ചോദിക്കാൻ റസൂലുള്ളാഹ്, അവരുടെ ശരീരം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു, അള്ളാഹിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് അവൾ വന്നത്. അവരുടെ ശരീരം അവൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചു. അതിനേക്കാൾ ഉത്കൃഷ്ടതയുള്ള മറ്റൊരു വ്യക്തിയെ ഉമറെ നീ കണ്ടിട്ടുണ്ടോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായത്. ഈ ഹദീസും മുസ്നദിൽ വന്നതാണ്, സഹീഹാണ്. അപ്പോൾ ഇവിടെ ജുഹനിയയുടെ ചോദ്യം, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം. ഇനി മറ്റൊരു സംഭവം, അസ്മ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്നംറഅതൻ അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. ഫഖാലത്ത്, അവർ പറഞ്ഞു, ഇന്നലി ഇബ്നതൻ അറൂസ, എനിക്കൊരു അറൂസത്തായ പെൺകുട്ടിയുണ്ട്. എന്താ അറൂസത്താണ്? മണവാട്ടി, കല്യാണം നിശ്ചയിച്ച, കല്യാണം തീരുമാനിച്ച പെൺകുട്ടിയുണ്ട്. അറൂസാണ് അവൾ, മണവാട്ടിയാണ്. വഇന്നഹാ മരിദത്, അവൾ രോഗിയായി. ഫതമസ്സഖ ഷഅറുഹ, അവളുടെ മുടിയൊക്കെ പോയി, ഊരിപ്പോയി. അഫ അസ്ലുഹു, അപ്പോൾ ആ മുടി ഞാൻ ഊരിപ്പോയെടുത്ത് കൃത്രിമ മുടി വെക്കട്ടെ എന്നാണ് ചോദ്യം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഉമ്മ ചോദിക്കുകയാണ് മകൾക്ക് വേണ്ടിയിട്ട്. കല്യാണം ഉറപ്പിച്ചു, പുതിയെണ്ണ, പക്ഷേ മുടിയൊക്കെ ഊരിപ്പോയി. അപ്പോൾ കൃത്രിമ മുടി വെക്കട്ടെ എന്നാണ് ചോദ്യം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലഅനല്ലാഹുൽ വാസില വൽ മുസ്തൗസില, വാസിലത്തിനെയും മുസ്തൗസിലത്തിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കൃത്രിമ മുടി വെച്ചു കൊടുക്കുന്ന പെണ്ണിനെയും ആർക്ക് വേണ്ടി കൃത്രിമ മുടി വെച്ചോ അവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഹദീസ് സഹിയാണ്. ഇതാണ് റസൂൽ പറഞ്ഞത്. അതിനെ റസൂലിനെ വിരോധിച്ച് ചില റിപ്പോർട്ടിൽ ഉള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിരോധിച്ചു എന്നാണ്. ആ റിപ്പോർട്ടിലുള്ളത് പ്രകാരമാണ്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു. ഫഖാലത്ത് ഇന്നി സവ്വജ്തു ഇബ്നതി, എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു. ഫതമറക ശാറു റഅസിഹാ വസൗജുഹാ യസ്തഹ്സിനുഹാ, അവളുടെ മുടിയൊക്കെ എന്ത് ചെയ്ത് പറഞ്ഞുപോയി, ഊരിപ്പോയി. അവളുടെ ഭർത്താവിനാണെങ്കിൽ അവൾ ഇങ്ങനെ മൊഞ്ചത്തിയായി അണിഞ്ഞൊരുങ്ങണം എന്നുള്ള പൂതിയുണ്ട്. അഫാസിലു യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞാൻ കൃത്രിമ മുടി വെച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫനഹാഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളെ അതിനെ തൊട്ട് വിരോധിച്ചു. ഇപ്പോൾ റിപ്പോർട്ടിലുള്ളത് റസൂലുള്ളാഹി വിരോധിച്ചു എന്നാണ്. അത് വേറെ റിവായത്തിലുള്ളത് വിരോധിച്ചിട്ടല്ല, വിരോധം അറിയിച്ചത് ഇപ്രകാരമാണ്: വാസിലത്തിനെയും മുസ്തൗസിലത്തിനെയും, കൃത്രിമ മുടി വെക്കുന്നവളെയും ആർക്ക് വെച്ചു കൊടുക്കുന്നു അവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഈ സ്ത്രീയുടെ ചോദ്യം, അതിന്റെ പ്രതികരണം, അതിൽ നമുക്കൊരു വിഷയം പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, കൃത്രിമ മുടി അത് ഇസ്ലാമിൽ പാടുള്ളതല്ല. കൃത്രിമ മുടി മുടിയോട് ചേർക്കൽ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കൃത്രിമ മുടി വേണ്ടത് ആർക്കാ? കേശം അലങ്കാര സ്ത്രീകൾക്കാണ് പ്രത്യേകിച്ച് വേണ്ടത്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ സമ്മതിച്ചിട്ടില്ല എങ്കിൽ പുരുഷന്മാരുടെ വിഷയത്തിൽ എങ്ങനെ അനുവാദം ഉണ്ടാകുക? സ്ത്രീകളുടെ വിഷയം പ്രത്യേകം പറഞ്ഞു. അതെന്തിനാ? സ്ത്രീകൾക്കാണ് അത് കൂടുതൽ വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. പുരുഷന്റെ കാര്യം പറയേണ്ടതില്ല. പുരുഷന്റെ കാര്യം ഈ ഹുക്കുമിൽ വന്നു. എന്നാൽ പല പുരുഷന്മാരും കാണാൻ കൃത്രിമ മുടി വെച്ച് നടക്കുന്നു. ചില ആളുകൾ ഒരു കാലത്ത് വരുമ്പോൾ അവർക്ക് അത്ര മുടി ഉണ്ടാവില്ല, കേശഭംഗി ഉണ്ടാവില്ല, മുടിയൊക്കെ ചിലതൊക്കെ കഷണ്ടി ആയിരിക്കും. പിന്നെ അവർ വരുമ്പോൾ കാണാൻ ആകെ ആളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ മുടിയൊക്കെ വളർന്ന മാതിരി നെറ്റിയിലേക്ക് തൂങ്ങി വളരെ വരുന്നേ. അപ്പം എന്താ? കൃത്രിമ മുടി വെച്ചതാണ്. അതെങ്ങനെ അപ്പം അവർക്കത് അനുവദനീയമാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ ഇത് പറഞ്ഞിരിക്കെ പറയുമ്പോൾ അവർക്ക് ആവശ്യമാണ്. ഒരു പെണ്ണ് മണവാട്ടിയായിട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ എത്ര അണിഞ്ഞൊരുങ്ങാൻ അവൾക്ക് അനുവാദം ഉണ്ട് ശരിക്ക്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങി പോകുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരമാണ് സംസാരിക്കേണ്ടത്. റസൂൽ അത് വിരോധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുരുഷന്മാർ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ഗൗരവമേറിയ വൻപാപങ്ങളിലാണ് ഇത് എണ്ണിയിട്ടുള്ളത്. കാരണം ശാപം പറയപ്പെട്ടുള്ള കുറ്റങ്ങളൊക്കെ വൻപാപാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കൃത്രിമ മുടിവെക്കൽ വൻപാപമാണ്, ശാപാർഹമായ കർമ്മമാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മറ്റൊരു സംഭവം, അന്നംറഅതൻ അതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമ ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വദാഇന്റെ വർഷം ഒരു സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. ഫഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഇന്ന അബി ശൈഖുൻ കബീർ, എൻ്റെ വാപ്പ വൃദ്ധനാണ്. ലാ യസ്തതിഉ അൻ യസ്തംസിക അല റാഹില, വാഹനപ്പുറത്ത് മൂപ്പർക്ക് പിടിച്ചിരിക്കാൻ കഴിയൂല. വൃദ്ധനാണ്, കിളവനാണ്, ട്രാവലിംഗ് യാത്ര ചെയ്യാൻ പറ്റൂല, അങ്ങനെ വൃദ്ധനാണ്. ഫയഖ്ദി അൻഹു അൻ അഹുജ്ജ അൻ, അപ്പോൾ ആ വാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ ഹജ്ജ് ചെയ്താൽ വാപ്പാക്ക് കടം വീടോ? മകളാണ് ചോദിക്കുന്നത്. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതെ, വാപ്പാക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു, കടം വീടും എന്ന് പറഞ്ഞു. അംർ ഇബ്നു ശുഐബ് തന്റെ പ്രപിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു റിപ്പോർട്ടിൽ, അന്നംറഅതൻ അതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഉമ്മ, ഒരു സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. വമഅഹ ഇബ്നത്തുൽ ലഹ, അമ്മാന്റെ കൂടെ പെൺകുട്ടിയുണ്ട്, അവളുടെ മകളുണ്ട്. വഫി യദി ഇബ്നതിഹാ മസ്കതാനി ഖലീലതാനി മിൻ ദഹബ്, ആ പെൺകുട്ടിയുടെ കയ്യിൽ കട്ടിയുള്ള 2 സ്വർണ്ണവളകളുണ്ട്. ഫഖാല ലഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് ചോദിച്ചു, അതുഅതീന സകാത ഹാദാ, ഈ കട്ടിയുള്ള വളകൾക്ക് നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഖാലത്ത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞില്ല, കൊടുത്തിട്ടില്ല.
ഖാൽ, അപ്പോൾ തിരുനബി ചോദിച്ചു, അയസുറുക്കി അൻ യുസവ്വിറക്കി അല്ലാഹു ബിഹിമാ യൗമൽ ഖിയാമത്തി സിവാറൈനി മിന്നാർ. അള്ളാഹു അന്ത്യനാളിൽ നരകത്തിയിൽ നിന്നുള്ള 2 വളകൾ നിങ്ങൾക്കതിന് പകരം അണിയിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷാകുക, ഇഷ്ടാകുക? റാവി പറയാണ്, ഫഖതഫത്ഹുമാ ഫഅൽഖത്ഹുമാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റസൂലുള്ള പറഞ്ഞ ഉടനെ തന്നെ സ്ത്രീ എന്ത് ചെയ്തു? ഈ 2 വളയും ഊരി വാങ്ങി എന്നാണ്, പറിച്ചിൻ്റെ എടുത്തു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത്. വഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, ഹുമാ ലില്ലാഹി വലി റസൂലിഹി, ഈ 2 വളകളും അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിനുള്ളതാണ് എന്ന് പറയുകയുണ്ടായി എന്നാണ്. ഈ സംഭവം കുറ്റമറ്റ പരമ്പരയിൽ, ഹസനായ പരമ്പരയിൽ ഉള്ള ഹദീസായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഓരോ വിഷയങ്ങളെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അത് എന്ത് എന്നുള്ളത് പിന്നെ എടുത്ത് പറയേണ്ടതില്ലാത്ത വിധം അത് വ്യക്തമാണ്. ഈ അവസാനത്തെ സംഭവത്തിൽ സ്ത്രീകൾക്ക് ആഭരണങ്ങളാകാം. ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ടോ? അത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. ആഭരണങ്ങൾ, ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, സക്കാത്ത് ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സക്കാത്ത് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തെളിവിന് കൂട്ടുപിടിച്ച സംഭവമാണ് ഈ ഹദീസ്. എന്നാൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അവരും അതിന് ഉപോത്ബലകമായിട്ട് തെളിവ് പിടിച്ചിട്ടുണ്ട് ചില ഹദീസുകൾ കൊണ്ട്. ലൈസ ഫിൽ ഹുലി സക്കാ, ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്ന് പറയുന്ന ഹദീസാണ് അതിന് തെളിവ് പിടിച്ചിട്ടുള്ളത്. ആ ഹദീസും സഹീഹാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഹദീസിനെ കുറിച്ചും ചില സംസാരങ്ങളുണ്ട്. അത് ഇത്തരണത്തിൽ ശ്രദ്ധയാണ്. ഏതായാലും പണ്ഡിതന്മാർ പറഞ്ഞതിൽ സൂക്ഷ്മമായ അഭിപ്രായം, ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ അത് 10-11 പവനത്തിനപ്പുറമാണ് എങ്കിൽ സൂക്ഷ്മത ഒരു സ്ത്രീ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഒരു സ്ത്രീ തൻ്റെ ഉപയോഗിക്കുന്ന സ്വർണ്ണങ്ങൾക്ക് സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അവൾ സക്കാത്ത് കൊടുക്കാത്ത ഒരു പാപിയാണെന്ന് വിധിക്കാനോ അവളിൽ നിന്ന് പിടിച്ചു വാങ്ങി സക്കാത്ത് കൊടുക്കാനോ ഒരാൾക്കും അവകാശമില്ല. പക്ഷെ സൂക്ഷ്മതയുടെ ഭാഗം എന്നോണം ഒരു സ്ത്രീ തൻ്റെ ഉപയോഗിക്കുന്ന സ്വർണ്ണങ്ങൾ അതെത്രയാണോ അത്രയായാലും അതിന് സക്കാത്ത് അവരുടെ മേൽ, അവർ സക്കാത്ത് കൊടുക്കലാണ് അവർക്ക് സൂക്ഷ്മത നല്ലത്. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ പ്രബലമായി തോന്നുന്ന പ്രബലമായ അഭിപ്രായം, ശരിയോടടുത്തതായ അഭിപ്രായം. അല്ലാഹു ആലം. സഹൽ ഇബ്നു സഈദ് പറയാണ് മറ്റൊരു സംഭവം. അന്നമ്രഅതൻ അതത് അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഅറദത് നഫ്സഹ, ഫഅറദത് അലൈഹ നഫ്സഹ, അവൾ വന്നിട്ട് റസൂലുള്ളാഹിക്ക് അവളെ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുകയും എന്ന് പറഞ്ഞു. ഫഖാൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. എല്ലാവരുടെയും ഇഷ്ടം, അതേപോലെ തന്നെ അവരുടെ മനസ്സിൽ അവർക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ആ തിരുനബിയോട് തുറന്ന് അവതരിപ്പിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഒട്ടും കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുകയില്ല എന്നതിനാലാണ് ഈ രീതിയിൽ ചോദ്യം ഉന്നയിക്കുന്നത്. മനസ്സിലായി? ഒരിക്കൽ സ്ത്രീകൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പാട്ട് പാടിയ സംഭവമല്ലേ പെൺകുട്ടികൾ. അപ്പോൾ ഉമർ വന്നില്ലേ? ഉമർ വന്നപ്പോൾ ഉമർ ദേഷ്യപ്പെടാണ്. ശൈത്താന്റെ കുഴലൂത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലാണോ എന്നാണ് ചോദിക്കുന്നത്. ഉമർ വന്നപ്പോൾ ഒക്കെ എന്ത് ചെയ്ത് ദഫൊക്കെ വെച്ച് അവർ അതിൻ്റെ മുകളിൽ ഇരുന്നാണ് ദഫ് മുട്ടിയിട്ട് അതിന് കളിച്ചിരുന്നത്. ഉമർ വരുന്ന റസൂലുള്ളാഹി വന്നപ്പോൾ അവർ കളി തുടർന്നു. അബൂബക്കർ റളിയല്ലാഹു വന്നപ്പോഴും കളി തുടർന്ന്. ഉമർ വന്നപ്പോൾ വേഗം അവർ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് അപായകൊണ്ട് മറച്ചിട്ട്. അപ്പോൾ അവർ ഉമർ ദേഷ്യപ്പെട്ട്, അതായത് റസൂലുള്ളാഹിനേക്കാൾ പേടി ഇന്നയാണെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോല ഹൃദയനാണ്, റസൂലുള്ളാഹിന്റെ പെരുമാറ്റം നിങ്ങളുടെ പെരുമാറ്റത്തെ പോലെ പരിശുള്ള പെരുമാറ്റമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. തിരുനബി കഠിന സ്വഭാവിയോ പരുഷനോ ആയിരുന്നില്ല. അപ്പോൾ സ്ത്രീ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ തിരുനബി പറയാണ്, മാലിൽ യൗമ ഫിന്നിസാഇ മിൻ ഹാജത്തിൻ, എനിക്ക് സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യം ഇന്നില്ല എന്ന് പറഞ്ഞു. ഫഖാല റജുൽ, അപ്പോൾ ഒരു മനുഷ്യൻ സദസ്സിൽ നിന്ന് ഒരാൾ, യാ റസൂലല്ലാഹ് സവ്വജ്നീഹ, അള്ളാഹുവിന്റെ റസൂൽ എന്നാ നിനക്ക് കെട്ടിച്ചു തന്നതാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കെട്ടിക്കോളാം, നിങ്ങൾക്ക് കെട്ടിച്ചു തരാൻ പറഞ്ഞു. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഇൻദക്, എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? കല്യാണം കഴിക്കാൻ പൂതി വെച്ചാൽ പോരല്ല, പിന്നെ എന്ത് വേണം? അതിന് മഹർ വേണം. അതിനെന്താ ഉള്ളത് എന്ന് ചോദിച്ചു. ഖാല മാ ഇൻദി ശൈഉൻ, എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആതിഹാ വലൗ ഖാതമൻ മിൻ ഹദീദ്,
ഒരു ഇരുമ്പിൻ്റെ മോതിരെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. ഇരുമ്പിൻ്റെ മോതിരെങ്കിലും മഹർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, ആ വ്യക്തി പറയാണ്, മാ ഇന്ദി ഷൈ, റസൂൽ എൻ്റെ അടുത്ത് ഒന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹാബികളുടെ ഹാലെന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഒരു ഇരുമ്പിൻ്റെ മോതിരം അവർ ഉടമപ്പെടുത്തിയില്ല. അപ്പോൾ അവരെത്ര പട്ടിണി പാവങ്ങളായിരിക്കും. കല്യാണം കഴിക്കാൻ പൂതിയുണ്ട്, പക്ഷേ ഒരു ഇരുമ്പിൻ്റെ മോതിരം പോലും ഇല്ല എങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? റളിയല്ലാഹു തആല അൻഹും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, ഫമാ ഇൻദക് മിനൽ ഖുർആൻ, ഖുർആൻ എന്താ നിങ്ങൾക്കറിയാം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഥാ വ കഥാ, അത് ഇത്ര അറിയാം എന്ന് പറഞ്ഞു. ഇന്ന് നേരെ ഉൾട്ടയാണ്. ഖുർആൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കിട്ടി മറ്റേ ആൾ പറഞ്ഞ മാതിരിയാണ്, മാ ഇന്ദീഷ എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറയും. വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് റിയാലുകളുണ്ട്, സാലറി, ഒരു മാസത്തെ സാലറി അങ്ങനെ തന്നെ കൊടുക്കാൻ എൻ്റെ അടുത്തുണ്ട്, 10,000 റിയാൽ കൊടുക്കാൻ റെഡിയാണ് എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഏതായാലും ഖുർആൻ എത്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ കഥാ കഥ ഇന്ന ഖുർആൻ ഇത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫഖദ് മല്ലക്തുക ബിമാ മഅക മിനൽ ഖുർആൻ, എത്രയാണോ ഖുർആൻ നിന്റെ അടുക്കലുള്ളത് അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് മിൽക്കാക്കി തന്നിരിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ്? നിങ്ങളുടെ അടുത്തുള്ള ഖുർആൻ നിങ്ങൾ അവരെ പഠിപ്പിക്കണം, അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന വ്യവസ്ഥയിൽ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ ആ സ്ത്രീ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവരുടെ വിഷയം അവതരിപ്പിച്ചത്, തിരുനബി അതിനോട് പ്രതികരിച്ചത്. വിഷയം വളരെ വ്യക്തമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിമിന്റെ മറ്റൊരു സംഭവം, അന്നംറഅതൻ, ഒരു സ്ത്രീ, അതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. ഫഖാലത്ത്, അവർ പറഞ്ഞു, ഇന്ന ഉമ്മി മാതത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, വഅലൈഹാ സൗമു ശഹ്രിൻ, ഒരു മാസത്തെ നോമ്പ് ഉമ്മക്ക് കടണ്ട്. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അറഅയ്തി ലൗ കാന അലൈഹാ ദൈനുൻ അകുൻതി തഖ്ദീനഹു, ഉമ്മക്ക് കടണ്ട്, മരിച്ചപ്പോൾ നിങ്ങൾ ആ കടം വീട്ടൂലേ, നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അതായത് എൻ്റെ ഉമ്മ മരിച്ച് ഒരു മാസത്തെ നോമ്പ് അവരുടെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ റമദാൻ മാസം നോമ്പ് വെക്കാൻ പറ്റിയില്ല, നോമ്പ് കടമുള്ളവരായിട്ടാണ് ഉമ്മ മരിച്ചത്. ഇതാണ് ആ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം ആ സ്ത്രീനോട്, ഉമ്മ മരണപ്പെട്ടപ്പോൾ കടമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ കടം വീട്ടൂലേ? കാലത്തിന് സ്ത്രീ പറഞ്ഞു അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖദാ, എങ്കിൽ വീട്ടാൻ ഏറ്റവും അർഹപ്പെട്ട കടം അള്ളാഹുവിൻ്റെ കടമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മാക്ക് അള്ളാഹുവിനോട് ഒരു മാസത്തെ നോമ്പ് കടമുണ്ട്, ആ കടം വീട്ടാൻ പറഞ്ഞു. എങ്ങനെ വീട്ടേണ്ടത്? ഒന്നുകിൽ മക്കൾ നോമ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, കടം വീട്ടുക. ഒരു മാസത്തെ നോമ്പ് മക്കൾ എന്ത് ചെയ്യുക, വീട്ടുക. ഒരു മകളാണെങ്കിലും ആ ഒരു മാസത്തെ നോമ്പ് വീട്ടുക, അല്ലെങ്കിൽ മക്കൾ ഡിവൈഡ് ചെയ്തിട്ട് മക്കൾ നോറ്റി വീട്ടുകയാണ് വേണ്ടത്. ഇനി അതില്ലെങ്കിലോ മക്കൾ എന്ത് ചെയ്യണം, ഈ നോമ്പിന് പകരമായിട്ടുള്ള മുദ്, ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിന് ഫിദിയ എന്നോണം മക്കൾ കൊടുത്ത് വീട്ടുകയാണ് വേണ്ടത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആ സ്ത്രീയെ പഠിപ്പിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹസനായ ഹദീസ്, അതിൽ പറയാണ്, ഒരു സ്ത്രീ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് അവർ പറയാണ് റസൂലുള്ളാഹിയോട്, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, ഇന്ന ബിനി ഹാദ, എൻ്റെ ഈ മകൻ, കുട്ടീനെ കൊണ്ടാണ് വരുന്നത്, ആൺകുട്ടീനായിട്ട് വന്നിട്ട് പറയാണ്, എൻ്റെ ഈ മകൻ, കാന ബത്നി ലഹു വിആ, ഈ കുട്ടിക്ക് എൻ്റെ വയറായിരുന്നു വിആ. വിആ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷണ സ്ഥലം. വഹിജ്രി ലഹു ഹിവ, എൻ്റെ മടിയായിരുന്നു ഈ കുട്ടിക്ക് പൊത. വസദി ലഹു സിഖ, ഈ കുട്ടിക്കുള്ള പാനീയം എൻ്റെ മുലപ്പാലായിരുന്നു. വസഅമ അബൂഹു അന്നഹു യൻസിഉഹു മിന്നി, ഇപ്പൊ ഈ കുട്ടിനെ എന്നിൽ നിന്ന് വാപ്പ ഊരിയെടുക്കും, കുട്ടീനെ കൊണ്ടുപോകുന്നാ പറയുന്നത്. പറഞ്ഞ മനസ്സിലായ? അതായത് ഞാൻ പ്രസവിച്ച് മുല വെട്ടിയ കുട്ടിയാണെന്ന് അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പ്രസവിച്ച് എൻ്റെ മടിയിലിട്ട് വളർത്തി, ഞാൻ മുലയൂട്ടി വളർത്തിയ കുട്ടിയാണ് ഈ കുട്ടി. ഇപ്പൊ വാപ്പ വരികയാണ്. അപ്പൊ ഈ ഭാര്യ ഭർത്തൃ പ്രശ്നം നടന്നിട്ട് ഇവളെ ഒഴിവാക്കിയിട്ടുണ്ട്, ഈ സ്ത്രീയെ ഒഴിവാക്കിയിട്ടുണ്ട് ഭർത്താവ്. അപ്പൊ കുട്ടിൻ്റെ പ്രശ്ന, കുട്ടീനെ ആര് കൊണ്ടുപോകും? കുട്ടീനെ വാപ്പ കൊണ്ടുപോകുന്ന കുട്ടി പറയുന്നത്, ഈ സ്ത്രീ പറയുന്നത്, ഞാനാണ് പ്രസവിച്ചത്, ഞാനാണ് മുലയൂട്ടിയത്, എൻ്റെ മടിയിൽ കിടന്നാണ് വളർന്നത്, ഇപ്പൊ കുട്ടീനെ വെച്ച് പോകും എന്നാണ് പറയുന്നത്. ഇതാണ് ആ സ്ത്രീ പറയുന്നത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതി അഹഖു ബിഹി മാലൻ തൻകഹി, നിങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ അൻതി അഹഖു ബിഹി, കുട്ടിക്ക് ഏറ്റവും അർഹപ്പെട്ടത് നിങ്ങളാണ്. കുട്ടി എവിടെ ഉണ്ടാകേണ്ടത്? നിങ്ങളുടെ അടുക്കലാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഭർത്താവിൻ്റെ കൂടെ അയാളുടെ ശുഗൽ കാര്യങ്ങളാവും. അപ്പോൾ കുട്ടീനെ നോക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതില്ലാത്തിടത്തോളം കാലം കുട്ടി അതിനേറ്റവും അർഹപ്പെട്ടത് നിങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ജുബൈർ ഇബ്നു മുത്തഇം പറയാണ്, അന്നമ്രഅതൻ അതത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. തസ്അലുഹു ഷൈഅൻ, എന്തോ കാര്യം ചോദിച്ചിട്ടാണ് വന്നത്. ഫഖാല ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു, ഇർജിഇ ഇലൈ, പിന്നെ വരാൻ പറഞ്ഞു, മടങ്ങി വരാൻ പറഞ്ഞു, പോയി വരാൻ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ സംസാരിച്ചിട്ട് മടങ്ങി പിന്നീട് വരാൻ പറഞ്ഞു. ഫഖാലത്, അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഫഇൻ റജഅതു ഫലം അജിദ്ക യാ റസൂലല്ലാഹ്, ഞാനിപ്പോൾ പോയി ഇനി മടങ്ങി വരുമ്പോൾ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലോ അള്ളാഹുവിൻ്റെ റസൂലെ. തുഅരിദു ബിൽ മൗത്ത് എന്നാണ്, റസൂലുള്ളാഹിന്റെ മരണം സൂചിപ്പിച്ചിട്ടാണ് അവർ പറയുന്നത്. ഫഖാല ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോൾ അത്തരുണത്തിൽ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഫഇൻ റജഅതി ഫലം തജിദീനി, നിങ്ങൾ പിന്നീട് മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടിട്ടില്ല എങ്കിൽ ഫൽഖൈ അബൂബക്കറിൻ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ റളിയല്ലാഹു തആല എന്നെ മീറ്റ് ചെയ്യാൻ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു ഉമ്മ വന്നു, റസൂലുള്ളാഹിന്റെ മുഖം കാണിച്ചു, അവരുടെ വർത്താനം പറഞ്ഞു. റസൂലുള്ളാഹിനെ പിന്നീട് അവർക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഇനി വരുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ കണ്ടിട്ടില്ല എങ്കിൽ അബൂബക്കറിന്റെ അടുക്കലേക്ക് പോകാൻ. അതിൽ ഈ ഒരു ഹദീസിനെ സ്ത്രീ ചോദിച്ചു, തിരുനബി പ്രതികരിച്ചു എന്നൊരു വിഷയത്തേക്കാൾ വലിയൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ വിഷയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഖലീഫയാകാരാണ്? അബൂബക്കറാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ടായിരുന്നു വിഷയങ്ങളെല്ലാവരും പറഞ്ഞിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം ഇനി പോകേണ്ടത് ആരിലേക്കാണ് വിഷയങ്ങൾ പറയാൻ? അത് അബൂബക്കറിന്റെ അടുക്കലേക്കാണ് എന്നുള്ള ഒരു സൂചന ഈ ഹദീസിലുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നതിന് മുമ്പ് തൻ്റെ ശേഷമുള്ള ഖലീഫ അബൂബക്കറാണ് എന്നുള്ളത് സരീഹത്ത്, സ്പഷ്ടമായിട്ട് ഖലീഫ ശേഷം അബൂബക്കറാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതുപോലുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി രോഗഗ്രസ്തനായിട്ട് കിടന്നു, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാൻ പോലും കഴിയാത്ത വിധ രോഗിയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടാണ് ഇമാമത്തിക്കാൻ പറഞ്ഞത്? മുറു അബൂബക്കറിൻ ഫലിയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് കൽപ്പിക്കൂ, അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്, നിസ്കരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആയിഷമ്മ വിസമ്മതിച്ചപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യഅബല്ലാഹു ഇല്ലാ അബൂബക്കർ, യഅബല്ലാഹു വറസൂലുഹു ഇല്ലാ അബൂബക്കർ, അബൂബക്കർ തന്നെ ഇമാമത്ത് നിന്നാൽ മതി. അബൂബക്കറിനെ അല്ലാത്തവരുടെ വിഷയത്തിൽ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും വിസമ്മതിക്കുന്നു. സമ്മതം അബൂബക്കറിന്റെ വിഷയത്തിൽ മാത്രമാണ്, അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും എന്ന് റസൂൽ ആവർത്തിച്ച് പറഞ്ഞു. അതിലും എന്തുണ്ട് സൂചന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച മെഹ്റാബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്ത് തിരുനബിയുടെ വിയോഗാനന്തരം ആരാ നിൽക്കേണ്ടത്? അത് അബൂബക്കറാണ് എന്നുള്ളതാണ് റളിയല്ലാഹു തആല അൻഹു. അതേപോലെ ഈ ഒരു ഹദീസിലും ആ ഒരു മസ്അല പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു സംഭവം, സുലൈമാൻ ഇബ്നു ബുറൈദത്ത് ഇബ്നുൽ അസ്ലമി വാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. അതിൽ ഒരു സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി തസദ്ദഖ്തു അലാ ഉമ്മി ബിജാരിയത്തിൻ, ഞാൻ എൻ്റെ ഉമ്മാക്ക് ഒരു ജാരിയത്തിനെ, ഒരു അടിമപ്പെണ്ണിനെ സദക്ക നൽകി. ഫമാതത്, പിന്നീട് ഉമ്മ മരിച്ചു. വഇന്നഹാ റജഅത് ഇലയ്യ, ഉമ്മ മരിച്ചപ്പോൾ ഉമ്മാൻ്റെ അടുക്കലുള്ള സ്വത്തൊക്കെ ആർക്ക് വരും? മകന് വരും. അപ്പോൾ ആ ഉമ്മാൻ്റെ സ്വത്തിൽപ്പെട്ടതാണ് ഈ ജാരിയത്തും, അതും എൻ്റെ അടുക്കലേക്ക് തന്നെ മടങ്ങി വന്നിരിക്കുന്നു. വഇന്നഹാ റജഅത് ഇലയ്യ ഫിൽ മീറാസ്, അനന്തര സ്വത്തായിട്ട് എൻ്റെ അടുക്കൽ തന്നെ വന്നിട്ടുണ്ട്. അതെന്തിനാ പറഞ്ഞത്? സദക്ക കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ അടിമപ്പെണ്ണ് ഉമ്മ മരിച്ചപ്പോൾ മൂപ്പർക്ക് മീറാസായിട്ട് വന്നപ്പോൾ പേടി,
അതിപ്പോൾ ഹദിയ കൊടുത്തത് തിരിച്ചു വാങ്ങലാകുമോ? ഹദിയ കൊടുത്തത് തിരിച്ചു വാങ്ങിയാൽ എങ്ങനെ? എന്താ റസൂലുള്ള പറഞ്ഞ്? ഒരാൾക്കൊരാളൊരു ഹദിയ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയാൽ എന്താ അതിൻ്റെ കുറ്റം? എന്താ? ഛർദ്ദിച്ചത് തിരിച്ചു തിന്നുന്ന നായയെ പോലെ എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുപോലെയാണ്. അപ്പം അതുകൊണ്ടാണ് ചോദിക്കണത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഉടനെ ചോദിക്കണത്. എത്ര നോക്കി അപ്പം എത്ര സൂക്ഷ്മത ജീവിതത്തിൽ. ഒരു ഹലാൽ ഹറാമിൻ്റെ വിഷയത്തിൽ, അതും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ആ സൂക്ഷ്മതയാണ്. മിറാസിൽ ഞാൻ കൊടുത്ത ജാരിയത്തിന് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹിനോട് പറയുന്നത് ഈ സ്ത്രീ. അപ്പൊ തിരുനബി പറയാണ്, ഖദ് ആജറക്കില്ല, നിങ്ങൾ ഉമ്മക്ക് സദഖ കൊടുത്ത് അതിന് അള്ളാഹു നിങ്ങൾക്ക് കൂലി തന്നു. വറദ്ദ അലൈക്കിൽ മീറാസ്, അള്ളാഹു ആ സദഖയല്ല തിരിച്ചു നൽകിയിട്ടുള്ളത്, നിങ്ങൾക്ക് മീറാസാണ്, അനന്തര സ്വത്താണ് തിരിച്ചു നൽകിയിട്ടുള്ളത്. അപ്പൊ ഉടനെ ഈ സ്ത്രീയുടെ അടുത്ത ചോദ്യം, ഖാലത്ത് ഫഇന്ന ഉമ്മി മാതത്, എൻ്റെ ഉമ്മ മരിച്ച്, വലം തഹുജ്, അവർ ഹജ്ജ് ചെയ്തിട്ടില്ല, ഫയുജ്സിഉഹ അൻ അഹുജ്ജ അൻഹ, ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് അത് മതിയാകുമോ? ഖാല നഅം, തിരുനബി പറഞ്ഞു അതെ, ഉമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹജ്ജ് ചെയ്താൽ അത് മതിയാകും. അപ്പൊ ഖാലത്ത്, ഉടനെ ആ സ്ത്രീ അടുത്ത ചോദ്യം, ഫഇന്ന ഉമ്മി കാന അലൈഹ സൗമു ശഹർ, എൻ്റെ ഉമ്മാക്ക് ഒരു മാസത്തെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവളുടെ മേൽ ബാധ്യതയാണ്. ഫയുജ്സിഉഹ അൻ അസുമ അൻഹ, ഉമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ അത് നോറ്റി വീട്ടിയാൽ ഉമ്മക്കത് മതിയാകുമോ? ഖാല നഅം, അത് മതിയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ സനദും സഹീഹാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതിലൊക്കെ കുറേ മസലകളുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട മസല വളരെ തെളിഞ്ഞത് കാരണത്താലാണ് ഇത് വീണ്ടും എടുത്തിട്ട് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. കുറേ വിഷയങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. സ്ത്രീകൾ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിൽക്കുക, എന്നിട്ട് അവരുടെ വിഷയങ്ങൾ ചോദിക്കുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രതികരിക്കുകയും അതേപോലെ തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുക. അതിൽ ധാരാളം ഇൽമുകളും മതപരമായ ഫത്വകളും വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനാൽ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് ഇതേപോലെ ധാരാളം ഉണ്ട്. ഇപ്പോൾ മുജാദിലയുടെ വിഷയം, ഔസ് ബിൻ സാമിത് റളിയല്ലാഹു തആല അൻഹു ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയെ ബിഹാർ നടത്തി. ഭർത്താവ് ഭാര്യനോട് നിന്റെ ഉമ്മയെപ്പോലെ നീ എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറയലാണ് ബിഹാർ. ഉമ്മയുടെ മുതുക എനിക്ക് എത്രമാത്രം നിഷിദ്ധമാണ്, അപ്രകാരമാണ് നീ എന്ന് പറഞ്ഞാൽ അത് ബിഹാറാണ്. അത് മുൻകറ മിനൽ ഖൗലി വസൂറ, വ്യാജമായ വർത്തമാനമാണ്, നെറികെട്ട വർത്താനാണ്. അതൊരിക്കലും പറയാൻ പാടുള്ളതല്ല. ഭാര്യനെ ഒരിക്കലും ഉമ്മനോട് സാദൃശ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറയാൻ പാടുള്ളതല്ല. അത് ഇസ്ലാമിൽ വലിയ തെറ്റാണ്, അത് തെറ്റാണ്, മുൻകറ മിനൽ ഖൗലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു കാലത്ത് അതിനെ പരിഗണിച്ചിരുന്നത് തലാഖായിട്ടാണ്. അങ്ങനെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ വേർപെട്ട് ബന്ധം. അപ്പൊ ഔസ് റളിയല്ലാഹു അൻഹു ഖൗലയെ റളിയല്ലാഹു അൻഹയെ ബിഹാർ നടത്തിയപ്പോൾ റസൂലുള്ളാഹിനോട് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഖൗല, റസൂലേ, എൻ്റെ യൗവനം മുഴുവൻ ഔസ് ആസ്വദിച്ച് ധാരാളം കുട്ടികളായി വാർദ്ധക്യത്തിൻ്റെ ഈ മൂലയിൽ വെച്ച് ഔസ് എന്നെ ബിഹാർ നടത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ റസൂലുള്ളാഹിയോട് തർക്കിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി അവരോട് പറയാണ്, നീ പോയിക്കോ, ഔസും നീയും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞിരിക്കുന്നു, തലാഖായി എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി പറയുന്നത്. അപ്പോൾ വീണ്ടും അവർ തർക്കിക്കുകയാണ്, ഞാൻ വൃദ്ധയാണ്, ഞങ്ങൾക്ക് കുറേ കുട്ടികളാണ്. അങ്ങനെ ആ സംസാരം നടക്കുകയാണ്. അടക്കി പിടിച്ച സംസാരമായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. ഖൗലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സംസാരം അടക്കി പിടിച്ച സംസാരമായിരുന്നു. ആയിഷ പറയാണ്, ഒരു റൂമിൻ്റെ മൂലയിൽ നിന്നാണ് ഈ സംസാരം നടക്കുന്നത്. ആ റൂമിൻ്റെ അപ്പുറത്ത് ഞാനുണ്ട്, എനിക്ക് പോലും കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ 7 ആകാശങ്ങൾക്കുപരിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഈ സംസാരം കേട്ട്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ ആയത്തിറക്കി, ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. എന്താ? നിങ്ങളോട് തർക്കിക്കുന്ന സ്ത്രീയുടെ സംസാരം അത് അല്ലാഹു കേട്ടിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും തഹാവുർ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹാറിൻ്റെ വിഷയത്തിലുള്ള വിധികൾ അവതരിപ്പിച്ചു. 2 മാസം തുടർച്ചയായിട്ട് അവർ ബന്ധപ്പെടുന്നതിന് മുമ്പ് നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ 60 മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അടിമയെ മോചിപ്പിക്കുക. അവർ ബന്ധപ്പെടുന്നതിന് മുമ്പുള്ള ആ വിഷയം വിശദമായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇതേപോലെ സ്ത്രീകൾ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രതികരിച്ച ധാരാളം വിഷയങ്ങൾ
നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. അതിൽ ചിലത് മാത്രമാണ് നമുക്ക് ഇവിടെ വിഷയീഭവിച്ചത്. ഈ പറഞ്ഞതിൽ കേട്ടതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. ഇനി ഒരു വിഷയം, മുശ്രിക്കുകളുടെ ചോദ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ അതാണ് നമ്മൾ വിശദീകരിക്കുക. നമ്മൾ യഹൂദന്മാരുടെ ചോദ്യങ്ങൾക്ക് തിരുനബിയുടെ മറുപടി, നസാറാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുനബിയുടെ മറുപടി, ആറാബികളുടെ ചോദ്യങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മറുപടി, സ്ത്രീകളുടെ ചോദ്യങ്ങൾക്ക് തിരുനബിയുടെ മറുപടി. ഇനി മുശ്രിക്കുകളായ മക്കയിലെയും മറ്റൊക്കെ ആളുകൾ അവരുടെ ചോദ്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി. അത് കുറച്ച് വിശ്വാസപരമായ വിഷയങ്ങൾ കൂടിയാണ്. നമ്മൾ അനിവാര്യമായും അറിയേണ്ട ആ ഒരു വിഷയം നമ്മൾ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ ഉപരിലോകത്തെ ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ അഫുവും ആഫിയത്തും നമുക്ക് കനിയുമാറാവട്ടെ. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയവും അല്ലാഹുവിന് നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട സമയവും നമ്മുടെ അവസാനത്തെ സമയമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കി വന്ന മുസീബത്തുകൾ അവരിൽ നിന്ന് ഉയർത്തുമാറാവട്ടെ. അല്ലാഹു അവരെ നോക്കി വന്ന പരീക്ഷണങ്ങൾ അവരിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവർക്കും നമുക്കും അല്ലാഹു കനിയുമാറാവട്ടെ. നമ്മളുടെ ഇണകളിലും മക്കളിലും നമുക്ക് അല്ലാഹു കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു കൺകുളിർമയേറ്റി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ احفظ هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.